കറവ പശുക്കൾക്ക് എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത്? നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രസവിച്ച പശുവിന് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത്, ഏതളവിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്ത് കൊടുത്താലും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പശുവിന് തീറ്റ കൊടുക്കുമ്പോൾ അതിൽ ഊർജ്ജദായകമായ കാര്യങ്ങൾ ഉണ്ടാവണം, അതിന് പോഷകദായകങ്ങളായ കാര്യങ്ങൾ ഉണ്ടാവണം, അന്നജമുണ്ടാകണം, മാംസ്യമുണ്ടാവണം, കൊഴുപ്പുണ്ടാകണം, വിറ്റാമിനുകൾ ഉണ്ടാവണം, ധാതുലവണങ്ങൾ ഉണ്ടാവണം, വെള്ളമുണ്ടാകണം. അല്ലേ? ഒരു പശുവിന് ആവശ്യമുള്ളത്ര വെള്ളം കാരണം പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയങ്ങളിൽ വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കണം. അതിനിപ്പോൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ പോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ശങ്ക കൂടാതെ കഴിയാം. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സംവിധാനം ഘടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ട. പക്ഷേ തീറ്റയുടെ കാര്യം അങ്ങനെയല്ല. ഓരോ പശുവിനും അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള തീറ്റയാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇടാരികളുടെ തീറ്റക്രമത്തെ പറ്റി നേരത്തെ പറഞ്ഞതാണ്, അല്ലേ? ഇനി കറവ പശുവിൻ്റെ കാര്യമെടുത്താലോ? പ്രസവിച്ച ഉടനെ തന്നെ റേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതുപോലെ കൊടുക്കാമെന്നൊന്നും കരുതേണ്ട. പതിയെ പതിയെ വേണം തീറ്റ കൂട്ടിക്കൊണ്ടുവരാൻ. ഒരു ഘട്ടം എത്തുമ്പോൾ വീണ്ടും തീറ്റ കൊടുത്താലും പാലുൽപാദനം ഗണ്യമായി കൂടില്ല എന്നൊരവസ്ഥയെത്തും. അതാണ് ആ പശുവിന് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റയുടെ അളവ്. അങ്ങനെ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം പാൽ കൂടുതലായി ലഭിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ പശുവിൻ്റെ ഉൽപ്പാദനം എത്രയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി റേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. പശുവിൻ്റെ ആഹാരത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം: ഖരാഹാരമെന്നും പരുഷാഹാരമെന്നും. നാരുകളുടെ അംശം കുറഞ്ഞ തീറ്റകളാണ് ഖരാഹാരം. പിണ്ണാക്ക്, കാലിത്തീറ്റ തുടങ്ങിയവയെല്ലാം ആ വിഭാഗത്തിൽപ്പെടും. പുല്ലിനങ്ങളെല്ലാം പരുഷാഹാരത്തിൽപ്പെടും. പുല്ലിൻ്റെ കാര്യം തന്നെ ആദ്യം നോക്കാം. ശരീരഭാരത്തിൻ്റെ 10% പുല്ല് കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് പുല്ല് ഇല്ലാത്തൊരു സമയമാണെങ്കിലോ 5 കിലോ പച്ചപ്പുല്ലിന് പകരം 1.25 കിലോ വൈക്കോല് കൊണ്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ നല്ല ഇനം പുല്ലുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് പയർവർഗ്ഗ വിളകളും ഒക്കെ കൂടി ചേർത്ത് നന്നായി മാംസ്യം അടങ്ങിയ പുല്ലുകളാണ് കൊടുക്കുന്നതെങ്കിൽ കാലിത്തീറ്റയുടെ അളവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. വലിയ ഉൽപ്പാദനമില്ലാത്ത പശുക്കളെ ഈ രീതിയിൽ വളർത്താവുന്നതേ ഉള്ളൂ. കാലിത്തീറ്റയുടെ ചിലവും കുറയും. ഓരോ കർഷകനും തനിക്ക് ലഭ്യമായ തീറ്റ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തൻ്റെ പശുവിന് വേണ്ടുന്ന കാലിത്തീറ്റ തയ്യാർ ചെയ്യുകയാണ് വേണ്ടത്. പച്ചപ്പുല്ല് ശരീരഭാരത്തിൻ്റെ 10% കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ശരാശരി 300 കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിന് 30 കിലോ പച്ചപ്പുല്ല് നൽകണം. നന്നായി പച്ചപ്പുല്ല് കിട്ടുന്ന ഒരു പശുവിന് വൈറ്റമിൻ എ പ്രത്യേകം കൊടുക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. കറവ പശുവിന് എന്ത് തീറ്റ കൊടുക്കണമെന്നാണ് നാം പിന്നെ അടുത്തത് ചിന്തിക്കാനുള്ളത്. ഒരു കറവ പശുവിന് കൊടുക്കുന്ന തീറ്റയിൽ 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മെയിൻ്റനൻസ് റേഷൻ, രണ്ടാമത്തേത് പാലുൽപാദനത്തിനുള്ള റേഷൻ, മൂന്നാമത്തേത് വളർച്ച റേഷൻ. എന്താണ് ഈ മെയിൻ്റനൻസ് റേഷൻ? ഒരു പശുവിൻ്റെ ദൈനംദിന ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നാം കൊടുക്കേണ്ടുന്ന തീറ്റയുടെ അളവാണ് മെയിൻ്റനൻസ് റേഷൻ. എന്നാൽ അതിൻ്റെ പാലുൽപാദനത്തിന് വേണ്ടി നാം കൊടുക്കുന്ന റേഷനാണ് മിൽക്കിംഗ് റേഷൻ. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന റേഷനാണ് വളർച്ച റേഷൻ. ഇതൊന്നുമല്ലാത്തൊരു റേഷൻ കൂടിയുണ്ട്, ഗർഭകാല റേഷൻ. അപ്പോൾ ഇത് ഓരോ റേഷനെ പറ്റിയും നമുക്ക് സംസാരിക്കാം. ആദ്യത്തേത് മെയിൻ്റനൻസ് റേഷൻ. മെയിൻ്റനൻസ് റേഷനിൽ വരുന്നത് ഒരു പശുവിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അളവ് നമ്മൾ കണക്കാക്കുന്നത് 50 കിലോഗ്രാം ശരീരഭാരത്തിന് 250 ഗ്രാം കാലിത്തീറ്റ. അപ്പോൾ ഒരു 250 കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിന് 1.25 കിലോഗ്രാം കാലിത്തീറ്റ വേണ്ടി വരും. അതിന് പുറമെ മിൽക്കിംഗ് റേഷൻ
നമുക്ക് നൽകാം കറവ പശുവിന്. ഈ മിൽക്കിംഗ് റേഷൻ എങ്ങനെയാണ് നൽകേണ്ടത്? 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്ന കണക്കിലാണ് മിൽക്കിംഗ് റേഷൻ നൽകേണ്ടത്. അപ്പോൾ ഈ പാലുൽപാദനം കണക്കാക്കുന്ന കാര്യം നാം നേരത്തെ പറഞ്ഞു. രാവിലത്തെ പാല്, വൈകുന്നേരത്തെ പാലുൽപാദനം പ്ലസ് കുട്ടി കുടിക്കാൻ എത്ര എടുക്കുന്നു അത്രയും പാല്, ഇതെല്ലാം കൂടി ചേർത്താണ് പാലുൽപാദനം നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. പാലുൽപാദനം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു 400, അതാണ് മിൽക്കിംഗ് റേഷൻ. പിന്നെയുള്ള റേഷനാണ് വളർച്ചയ്ക്ക് ആവശ്യമായ റേഷൻ. നമ്മുടെ പശു 4 വയസ്സിൽ താഴെ ആണെങ്കിൽ, അതായത് ആദ്യത്തെ പ്രസവം പ്രസവിക്കുമ്പോൾ അവൾക്ക് 4 വയസ്സിൽ താഴെയാണ് എങ്കിൽ ഗ്രോത്ത് റേഷൻ കൊടുക്കണം. ആദ്യത്തെ പ്രസവത്തിലാണെങ്കിൽ 1 കിലോഗ്രാം ഗ്രോത്ത് റേഷൻ കൊടുക്കണം അഡീഷണൽ ആയിട്ട്. രണ്ടാമത്തെ പ്രസവത്തിലാണെങ്കിൽ 0.5 കിലോഗ്രാം, അതായത് 1/2 കിലോ ഗ്രോത്ത് റേഷൻ കൊടുക്കണം. ഇത് 4 വയസ്സിന് താഴെയുള്ള പശുക്കൾക്ക് മാത്രമാണ് ഇത് വേണ്ടത്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ, മെയിൻ്റനൻസ് റേഷൻ, മിൽക്കിംഗ് റേഷൻ, ഗ്രോത്ത് റേഷൻ, ഇത് 3ഉം കൂടി കൂട്ടിയാണ് ഒരു പശുവിന് എത്ര തീറ്റ വേണമെന്ന് നിർണ്ണയിക്കുന്നത്. അടുത്തത്, പശു പ്രഗ്നൻ്റ് ആണെങ്കിൽ എത്ര റേഷൻ, എങ്ങനെയാണ് നമ്മൾ റേഷൻ കണക്കാക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ കണ്ടോ, ഇവൾ പ്രഗ്നൻ്റ് ആണ്, പ്രസവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി. അതാണ് വയറ് വേദനിക്കുമ്പോൾ നമ്മളിങ്ങനെ തടവാൻ വേണ്ടി വന്ന് നിന്ന് തരും. അപ്പോൾ പ്രഗ്നൻസിയിൽ എത്ര റേഷനാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് ലിറ്ററിന് മേൽ പാലുൽപാദനമുള്ള ഒരു പശുവിന് 5-ാം മാസം മുതൽ 1 കിലോഗ്രാം കാലിത്തീറ്റ കൂടുതലായി നൽകണം. അത് പതിയെ പതിയെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ട് വരാം. പാലുൽപാദനം അത്രയും 10 ലിറ്ററിൽ താഴെയാണെങ്കിൽ വീണ്ടും അത്രയും വേണ്ട. പാലുൽപാദനം 10 ലിറ്ററിൽ താഴെയാണെങ്കിൽ 7-ാം മാസം മുതൽ 1 കിലോഗ്രാം കാലിത്തീറ്റ കൂടുതലായി നൽകാം. ഈ 1 കിലോഗ്രാം കാലിത്തീറ്റ കൂടുതലായി നൽകാം എന്ന് പറയുന്നത് സാധാരണയായി ഒറ്റയടിക്ക് 1 കിലോഗ്രാം കാലിത്തീറ്റ അങ്ങ് കൂടുതലായി നൽകുകയല്ല. പകരം പടിപടിയായി ആണ് വർദ്ധിപ്പിച്ച് അതിൻ്റെ തീറ്റയിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകും, അപ്പോൾ നമ്മൾ തീറ്റ കൂടുതൽ കൊടുത്ത് കുട്ടി വല്ലാണ്ട് വലുതായി പോവുകയോ ഇല്ലെന്ന്. അങ്ങനെ പേടിക്കണ്ട. കാരണം ചെന അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഗർഭം മുന്നോട്ടാകുന്നതനുസരിച്ച് പാലുൽപാദനം കുറയുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും മിൽക്കിംഗ് റേഷൻ അവിടെ കുറവായിരിക്കും. അപ്പോൾ ആ മിൽക്കിംഗ് റേഷൻ ഉള്ള പാലിൻ്റെ അനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഗർഭകാല റേഷൻ കൂട്ടിക്കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കാലിത്തീറ്റയാവും. അതായത് മിക്കവാറും പശുക്കളിൽ 6-7 മാസം വരെ കറക്കാവുന്ന പശുക്കളായിരിക്കും. അതിനുശേഷമുള്ള മാസങ്ങളിൽ പാലുൽപാദനത്തിലുള്ള റേഷൻ വേണ്ട. ആകെ വേണ്ടത് ഗർഭകാല റേഷനും മെയിൻ്റനൻസ് റേഷനുമാണ്. ചെറിയ 4 വയസ്സിന് താഴെയുള്ള കിടാക്കളാണെങ്കിൽ വളർച്ചാ റേഷനും കൂടി വേണമെന്ന് മാത്രം. ഈ രീതിയിലാണ് നാം ഒരു പശുവിന് വേണ്ടുന്ന റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നാം കൊടുക്കുന്നത് ഇതിൽ കൂടുതലോ കുറവോ ആയിരിക്കും. അങ്ങനെ കൂടുതലായാലും കുറവായാലും പശുവിൻ്റെ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യില്ല. എന്നാൽ ഈ കണക്കുകളെല്ലാം അന്തിമമെന്ന് കരുതാനും വയ്യ. ഓരോ പശുവിൻ്റെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചും രോഗാവസ്ഥകളനുസരിച്ചും ഈ കണക്കുകൾ മാറി മറിയാം. അത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഒരു വെറ്റിനറി സർജനാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തീറ്റക്രമത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു പശുവിന് കാൽസ്യം സെപ്പറേറ്റ് ആയിട്ട് ഡ്രിപ്പായോ മറ്റോ നൽകേണ്ട കാര്യമേ വരുന്നില്ല. ധാതുലവണ മിശ്രിതം തീറ്റയിൽ ചേർക്കണമെന്ന കാര്യം പറഞ്ഞല്ലോ. പലപ്പോഴും നമുക്ക് കിട്ടുന്ന വിപണിയിൽ ലഭ്യമാകുന്ന കാലിത്തീറ്റകളിൽ ധാതുലവണ മിശ്രിതം ചേർത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസമെങ്കിലും ചിലപ്പോഴെങ്കിലും അതിൻ്റെ അളവ് കൊണ്ട് പശുവിന് വേണ്ടത്ര കാൽസ്യമോ മറ്റ് വൈറ്റമിനുകളോ കിട്ടാതെ വരും. അതുകൊണ്ട് ഒരു പശുവിൻ്റെ ഉൽപാദനത്തിനനുസരിച്ച് ഒരു കൃത്യമായ അളവിൽ ഒരു നല്ല ധാതുലവണ മിശ്രിതം തീറ്റയിൽ ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന കാലിത്തീറ്റകളാണ് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇതൊന്നുമല്ലാതെ വിവിധതരം ധാന്യ തവിടുകൾ, വിവിധതരം ധാന്യപ്പൊടികൾ, പിണ്ണാക്ക്, ധാതുലവണ മിശ്രിതം ഒക്കെ ചേർത്ത് നമുക്ക് തന്നെ ഒരു കാലിത്തീറ്റ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാലിത്തീറ്റയുടെ മോഡലാണ് നാം
ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് രീതിയിലായാലും നമ്മൾ ഉണ്ടാക്കുന്നതായാലും വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും അത് കൊടുക്കേണ്ടുന്ന അളവ് കൃത്യമായിരിക്കണം. കാലിത്തീറ്റയുടെ അളവ് കൂടിപ്പോയാൽ, പുല്ലിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ സറ എന്നുള്ളൊരു രോഗത്തിന് അത് കാരണമാകും. എന്താണ് ഈ സറ? സബക്യൂട്ട് റൂമിനൽ അസിഡോസിസ് ലക്ഷണവും ദഹന പ്രക്രിയയെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരസുഖമാണ് സറ. അതിന് വേറെയും പല ദൂരവ്യാപക ഫലങ്ങളുമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ശരിയായി പ്രതിപാദിക്കാം. എല്ലാവരും നല്ല രീതിയിൽ കൃത്യമായി കാലിത്തീറ്റ അളവനുസരിച്ച് നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.